ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ബിരിയാണി കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വെജ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ എണ്ണയിലിട്ടിട്ട് സവാള ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ ബ്രൗൺ കളർ ആയപ്പോഴേക്കും ഞാനിതേ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം ഇതിലേക്ക് ഇനി ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കട്ടി കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ സ്റ്റൗ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടപ്പോൾ അത് ഓഫായി പോയതാണ് സംഭവം. പിന്നെ ഇതിലേക്ക് ഇതാ വേവിച്ചെടുത്ത പട്ടാണിക്കടലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി വേവിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ വേവിച്ചെടുത്ത സോയാബീൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വലിയ സോയാബീൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് നടുവേ കീറിയ ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് പറ്റാവുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ബ്രെഡൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. പിന്നെ കുക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതിലേക്ക് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ഇതിലേക്ക് നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് അത് സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് അരിയൊക്കെ ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റൈസ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള സവാളയും കൂടി മേളിലൊന്ന് ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിൽ. വേറെ മസാലകളൊന്നും ആഡ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അതാ ഈ ഒരു ബിരിയാണി മസാല പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതാ കുക്കറൊക്കെ അടച്ചു പൂട്ടി നമ്മൾ ഒരു വിസിലും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓപ്പൺ ആക്കിയപ്പോഴേക്കും ബിരിയാണി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണി റെസിപ്പിയാണ്. കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബിരിയാണി റെസിപ്പി ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.